ഹലോ ഗായ്സ്, ഈ മഞ്ഞ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഏതോ ഒരു ഹൽദിക്ക് പോകാൻ നിൽക്കുവാണ്. അതേ, എൻ്റെ റൂംമേറ്റ് ഉണ്ട് ഗോപിക, അവളുടെ കല്യാണമാണ്. അവളുടെ ഹൽദിക്ക് പോകാനാണ് ഈ റെഡിയായി പോകുന്നത്. അച്ഛൻ ഞങ്ങളെ അങ്ങോട്ട് ആക്കാമെന്ന് പറഞ്ഞു. അപ്പം കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ പണി കിട്ടിയല്ലോ. എന്ത് പണിയൊന്നും അല്ല കേട്ടോ, അവിടുത്തെ എല്ലാ ഡെക്കറേഷൻസും കഴിഞ്ഞായിരുന്നു. ചേട്ടന്മാർ അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. ഞങ്ങൾ അവിടെ കുറച്ച് ഗെയിംസൊക്കെ അറേഞ്ച് ചെയ്തായിരുന്നു. അതിന് കുറച്ച് ബലൂണ് വീർപ്പിക്കലും, അതാണ് നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ അമ്മ. ഓക്കെ, ബലൂണ് വീർപ്പിക്കലും പിന്നെ കുറച്ച് പൂക്കൾ കൊണ്ടുള്ള അലങ്കാരങ്ങളും അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ കുറേ ശ്വാസമെടുത്ത് ഞാൻ കഷ്ടപ്പെട്ടത് ആ ബലൂണൊക്കെ വീർപ്പിക്കുവാണ്. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കളെ അടുത്ത പണി കിട്ടി. നോക്കിക്കോ, സ്റ്റേജിൽ ആങ്കറിങ് ആണ് അടുത്ത പണി. ആദ്യമായിട്ടാണ് ആങ്കർ ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ കുളവാകലും കാണുമെന്ന് വിചാരിച്ചെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. പ്രതീക്ഷിച്ചത്ര കുളവായൊന്നുമില്ല. അങ്ങനെ ആങ്കറിങ് ഒക്കെ അടിപൊളിയായിട്ട് നടന്നപ്പോഴത്തേക്ക് കസിൻസിൻ്റെ വക അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ കസിൻസും ഫാമിലിയും എല്ലാം ഫുൾ ഓണായിരുന്നു. അതുകൊണ്ടാട്ടോ ആങ്കറിങ് ആണെങ്കിലും പ്രോഗ്രാം ആണെങ്കിലും എല്ലാം അടിപൊളിയാക്കാൻ പറ്റിയത്. എല്ലാവരും നല്ലോണം ആക്റ്റീവായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് പ്രോഗ്രാംസൊക്കെ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ഗെയിംസിൻ്റെ ഒന്നും വീഡിയോസ് നന്നായിട്ട് കിട്ടിയില്ല. ക്യാമറ ചേട്ടൻ്റെ അടുത്ത വീഡിയോ ഉണ്ട് കേട്ടോ, അത് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. പിന്നെ ദാണ്ട് അഖിലേട്ടൻ്റെ വക പാട്ട് നമുക്ക് നിർബന്ധമാണല്ലോ. അപ്പം അഖിലേട്ടൻ്റെ പാട്ടിലേക്കാണ് അടുത്തത്. അപ്പോൾ ഈ പാട്ടും വിശേഷങ്ങളും ഒക്കെ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ. ആഴിത്തീരവാല പോലെ കാത്തു മ്യൂസിക്കിൽ PhD എടുക്കുന്ന കല്യാണ പെണ്ണിനെ വെറുതെ വിടാൻ പാടില്ലല്ലോ. അങ്ങനെ പാട്ടും ഡാൻസും ബഹളം എല്ലാം കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് കഴിക്കാനെത്തി ഞങ്ങളാണ്. വിശപ്പിൻ്റെ വിളി അതികഠിനമായതുകൊണ്ട് ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ വർത്താനം പറഞ്ഞിരിക്കുമായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റേജ് ഡെക്കറേഷൻ. നല്ല അടിപൊളി ഡെക്കറേഷൻ, നല്ല എസ്തെറ്റിക് രീതിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവളുടെ ഫ്രണ്ട്സ് ചെയ്തതാണ്, ഇവിടെ കോളേജിൽ തന്നെ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രൈഡിൻ്റെയും ഗ്രൂമും, ഇതാണ് ഞങ്ങളുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂംസ്. അങ്ങനെ അവരുടെ ഓരോ കഥകളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു. ഇനി കുറച്ച് ക്യാമറമാൻ എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും അപ്ലോഡ് ചെയ്യാട്ടോ. ഞങ്ങളോട് അങ്ങനെ നിൽക്കുക ഇങ്ങനെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഗെയിം, അതും ഇവരെടുത്തത് കൊണ്ട് കിട്ടി. അങ്ങനെ കുറച്ച് ഹൽദി പ്രോഗ്രാംസൊക്കെ ചെയ്തു. അവിടെ നിൽക്കുക ഇവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ സംഭവം എങ്ങനെ കിട്ടും എന്ന് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ സംഭവം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, കല്യാണത്തിന് കാണാം.